ഈ ദത്തൻ തമ്പുരാൻ എന്ത് പറഞ്ഞപ്പോഴാ കുട്ടി കൊണ്ടുപോയേ? അയാൾ എന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പൊ തന്നെ എടുത്തോണ്ട് പോയി. ഞാൻ ഇരുത്തി ഒന്ന് നോക്കിയാ എന്നെ ഒരു മാസത്തേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാൻ എന്തെങ്കിലും എന്നാ വന്നേ? ആ കാണുന്ന പനയുടെ മുകളിലോ? എന്താ തിരുമേനി ഇങ്ങനെ വായും വിളിച്ച് നടക്കണേ? എങ്ങനെ പോയാലും അതിൽ കയറണമെങ്കിൽ സാരി മടക്കി കൂട്ടണം. അതെന്താ സംഭവം? നല്ല രസമായിരിക്കും പറയണേ. കാല് നിലത്തിറക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? രാമാ പേടിക്കണ്ടോ, എന്റെ അടുത്തേ ഒരേലസിന്റെ റേല് ഇതിരിക്കുന്നിടത്തോളം കാലം ഒരക്ഷീവന്റെ അടുത്ത് വരില്ലല്ലോ. ഏലസ് എടുക്കാൻ മറന്നാർന്നു. എന്നെ അരയിൽ ഏലസ് കുളിക്കുന്നതിന് മുന്നേ ഉമ്മറത്തിളക്കി വെച്ചു. മറ്റേ ചുവന്ന നീളത്തിലുള്ള ഒരു സാധനം, അത് കണ്ടായിരുന്നോ? ഏലസായിരുന്നോ? പ്രഷറിനുള്ള ഗുളിയാന്നോർത്ത് ഞാൻ എടുത്ത് തിന്നു. അല്ല രാമ, അതിലെ കറുത്ത ചരട് കണ്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക്? അയ്യോ, അത് കറുത്ത ചരട് അരണ കിട്ടിയിരുന്നായിരുന്നോ? പടക്കം പോലെ ആന്നോർത്ത് ഞാൻ എടുത്ത് മുറുക്കിയില്ല. പടക്കം പോലെ ആന്ന് എടുത്ത് മുറുക്കിന്ന്. രക്ഷപ്പെടാൻ എന്താ മാർഗം? അല്ല, വേറൊരു സാധനം ഉണ്ട്. എന്താ? ചെല്ലമ്മ തരാ. ചെല്ലമ്മയോ? പെണ്ണ് കേസ് വിടുക, രക്ഷപ്പെടാൻ നോക്കുക. ഇതിന്റെ പേരെന്താ? മുറുക്കാൻ ചെല്ലാം. തരാ. ഇതിലൊരു യന്ത്രമുണ്ട്. ഇത് അടുത്തിരിക്കുന്നിടത്തോളം കാലം ഒരക്ഷയും നമ്മുടെ അടുത്ത് വരില്ല. ആണോ? കാണണോ? കാണാം. കണ്ടോ കണ്ടോ കണ്ടോ? ഇവരെ അങ്ങോട്ട് പോ. ചല്ല എനിക്കിങ്ങനെ തരിക, അല്ലേ അവളെന്നെ കൊല്ലും. അങ്ങനെ ചോദിക്കണ്ട. തിരുമേനി എനിക്കിങ്ങനെ തരിക, അല്ലെന്നെ കൊല്ലും അവനെ. മന്ത്രം ചൊല്ലാം. ചൊല്ലു പിടിച്ചാ അവിടെ നിന്നോ. അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. ചെല്ലാൻ പോയി, ചെല്ലാൻ പോയി. എന്ത് കാര്യത്തിനാ? വെറുതെ ഒരു കാര്യമില്ല. എന്തായാലും ഞങ്ങളൊരു തെറ്റും ചെയ്തില്ലല്ലോ. എന്തിനായി പ്രതികാരം? മനസ്സുഖോ? ഒരു കാര്യം ചെയ്യാ, മേപ്പാടനെ വിളിക്കൂ ഒഴിപ്പിക്കാൻ. മേപ്പാടേ, ഞാൻ മേപ്പാട്ട് വിട്ടിട്ടുണ്ട്. എന്നെ കൊല്ലൂന്ന് ഉറപ്പാണോ? കൊല്ലും. ചോര ഊറ്റി കുടിക്കുവോ? ചോര ഊറ്റി കുടിക്കും. അവസാനമായിട്ട് ഒരു ആഗ്രഹം ചോദിച്ചോട്ടെ? ചോദിക്കേ. ഒരു ഉമ്മരോ? ഇനിയിപ്പോ ആരുണ്ടോ ഇവിടെ? ആര് പറഞ്ഞാലേ ഇവിടെ പോവാ? ഇനിയിപ്പോ ഇവിടെ രക്ഷപ്പെടാൻ നമുക്ക് ഒരാളെ ഉള്ളൂ. ആരാണ്? താന്. അത്ഭുതമായിരിക്കണു. എന്ത് മന്ത്രം പറഞ്ഞപ്പോഴാ യക്ഷി ഓടിയത്? മന്ത്രമൊന്നുമല്ല, എന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് അവളെ വിളിച്ചതാ. മാത്രമല്ല, അവളെ കുറിച്ച് കുറച്ച് വർണ്ണിച്ചുകൊണ്ട് കുറച്ച് വാക്ക് പറയാമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞോളൂ. അത് പറഞ്ഞപ്പോഴാണ് ഓടിയത്. പക്ഷെ ഓട്ടം കണ്ടത് പേടിച്ച് ഓടിയതാന്ന് തോന്നുന്നില്ല. ഡ്രാക്കുളയ്ക്ക് പരാതി കൊടുക്കാൻ പോയതാ. നമ്മളൊക്കെ ജയിലാവുമ്പോ ഓടിക്കോ. ഉല്ലാസേട്ടന്റെ ടീം, ഉല്ലാസേട്ടൻ ഇത്രയും ഫ്രഷ്, ഇത്രയും ഹൈപ്പ് വന്നപ്പോ ഇത് ഇത്രയും ഗംഭീരായിട്ടായിരിക്കുന്നു വിചാരിച്ചില്ല കേട്ടോ. സൂപ്പർ. പുതിയ പുതിയ കൗണ്ടറുകളും നല്ല ഉഗ്രൻ സിറ്റുവേഷനും ആയിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി. ലവ് യു ഉമ്മ. ഗംഭീരം.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ യക്ഷിയുടെ ഗതികേട്. ആ ഗതികേട് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത്. ഞാൻ എന്തോ പറയുന്നു, ഞാൻ യക്ഷിയാണെന്ന് എല്ലാം വിട്ടിട്ട് ഓടുന്നു. യക്ഷിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് യക്ഷി വിടുന്ന ഒരു പാടും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മനുഷ്യൻ വന്നതോടുകൂടി യക്ഷി ജീവനും കൊണ്ട് ഓടി. അപ്പൊ ഇനി മിയയുടെ അടുത്താണ്. എനിക്ക് ചിരിച്ചു പോയത് എല്ലാം ഞാൻ സുല്ലിട്ടു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ഉമ്മ തരുമെന്ന്. അത് നമ്മൾ തീരെ വിചാരിച്ചില്ല. ആ മൊമെന്റിൽ ഈ മനുഷ്യൻ ഇത് പോയി ചോദിക്കും എന്നുള്ളത്. അപ്പൊ അതേപോലെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ ചിരിച്ചതും അതേപോലെ എല്ലാവരും നല്ല രസമായിട്ടുണ്ടായിരുന്നു. നല്ല കോമഡി ആയിരുന്നു, ഫണ്ണായിരുന്നു. അരുൺ, ബെൽബിൻ, സൗപർണിക, ഗുഡ് ജോബ്. ഈ യക്ഷിക്കഥയുടെ ഒരു ചെറിയൊരു റീക്രിയേഷൻ, നമുക്ക് ചെറുതായിട്ടൊരു ക്ലൈമാക്സ്, ഒരു പഞ്ചിൽ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സുരാജ് ഏട്ടനെ മിയെ ഒന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്, പ്ലീസ്. ഈ ഹൊറർ സോങ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഫസ്റ്റ് വരുന്ന ഐക്കൺ സോങ് നമ്മുടെ കുമാരേട്ട നിലാവിന്റെ. മിയക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് കുമാരേട്ടനെ മൊത്തം നമ്മുടെ സുരാജ് ഏട്ടനാക്കി മാറ്റുകയാണ്. ഞാൻ തേടി നടക്കണം. ഓക്കെ. സുരാജേട്ടാ, ശ്രീകൃഷ്ണപ്പരന്റെ അല്ല കേട്ടാ, ഇത് ഈ ഓട്ടയിലെ സുധീം മീനുകുട്ടിയായിപ്പോയി. അത് റീക്രിയേഷൻ എന്ന് പറഞ്ഞു അല്ല, നമ്മൾ വേറെ രീതിയിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണല്ലോ അല്ലെ, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഡിറ്റോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഡിറ്റോ ഫിഗർ മാത്രം പോരല്ലോ. ശരിക്കും ഡ്രസ് ഇത് ചെയ്യേണ്ടത് നവ്യായിരുന്നു അതെ, വെള്ള ഉടുപ്പിട്ട് അല്ലേ? സമാധാനമായിട്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് പോകട്ടെ സുഖിക്കുന്നു. അല്ല, ഇത്രയും നല്ല മനോഹരമായ ഡ്രസ് വിട്ടിട്ട് 10 പേര് കാണിട്ട് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി മീക്കിരിക്കാം. കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ. ചെവിയും കേട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? സോറി, ഞാൻ പെട്ടെന്ന് ക്യാരക്ടറായി പോയിട്ടാ. രണ്ട് പല്ലതാണ്, രണ്ട് പല്ലാതാണ്. മതി, എനിക്ക് എന്തോ പോലെ കംപ്ലീറ്റ് എന്തോ പോലെ